നമ്മുടെ മറ്റൊരു PSU കമ്പനിക്ക് കൂടി നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുകയാണ്. PSU കമ്പനീസിനെ എല്ലാം ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പല സ്റ്റാറ്റസുകളും PSU കമ്പനീസിന് കൊടുക്കാറുണ്ട്. അതിലെ ഏറ്റവും മികച്ച സ്റ്റാറ്റസ് എന്ന് പറയുന്നത് മഹാരത്ന എന്നുള്ള സ്റ്റാറ്റസാണ്. അതിന് തൊട്ട് താഴെ നവരത്ന സ്റ്റാറ്റസ്, അതിന് താഴെ മിനിരത്നം. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള BHEL, BPCL, NDPC തുടങ്ങിയ കമ്പനീസിനെല്ലാം മഹാരത്ന സ്റ്റാറ്റസാണ് ഉള്ളത്. ഇന്ത്യയിൽ ഏകദേശം 7 PSU കമ്പനീസിനാണ് മഹാരത്ന സ്റ്റാറ്റസ് ഉള്ളത്. അതിന് തൊട്ട് താഴെ വരുന്നതാണ് നവരത്ന സ്റ്റാറ്റസ്. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള നാഷണൽ അലുമിനിയം, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ തുടങ്ങിയ കമ്പനീസിനെല്ലാം നവരത്ന സ്റ്റാറ്റസ് ആണുള്ളത്. ഏകദേശം 17 കമ്പനീസാണ് നവരത്ന സ്റ്റാറ്റസ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത്. അതിലേക്ക് 18ാമത്തെ കമ്പനിയായിട്ട് വരുന്നതാണ് ഹഡ്കോ. ഗവൺമെൻറ്റിൻ്റെ ഹൗസിംഗ് അർബൻ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ട ഫിനാൻസും ബാക്കി സപ്പോർട്ട്സും കൊടുക്കുന്ന കമ്പനിയാണ് ഹഡ്കോ. കഴിഞ്ഞ വർഷം ഇർക്കോൺ ഇൻ്റർനാഷണലിന് ഇതുപോലെ നവരത്ന സ്റ്റാറ്റസ് ലഭിക്കുകയുണ്ടായി. അതിനുശേഷം ഇർക്കോൺ ഇൻ്റർനാഷണലിൻ്റെ ഷെയർ പ്രൈസ് ഏകദേശം 100%ഓളം അപ്രീസിയേഷൻ ചെയ്യുകയുണ്ടായി. ഓൾമോസ്റ്റ് മിക്ക കമ്പനീസിനും നവരത്ന സ്റ്റാറ്റസ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ഷെയർ പ്രൈസ് വളരെ നല്ല രീതിയിലേക്ക് ഉയരുകയുണ്ടായി. അപ്പോൾ ഈ ഷെയറിലും അത്തരത്തിലുള്ള ഒരു ഷെയർ പ്രൈസ് അപ്രീസിയേഷൻ ഉണ്ടാകുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഡു യുവർ ഓൺ റിസർച്ച് ആൻഡ് ഇൻവെസ്റ്റ്.